ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു കുറുമ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, കാരണം കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷൻ വരുന്ന ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ബീൻസ് ഒരു 5-6 എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഒരുപാട് ചേരുവകൾ, അതായത് പച്ചക്കറികൾ ഒരുപാട് ആവരുത്. ഉരുളക്കിഴങ്ങൊക്കെ ഒരെണ്ണമൊക്കെ മതി, അതുപോലെ ക്യാരറ്റ് ഒരെണ്ണം മതി, സവാള ഒരെണ്ണം മതി, തക്കാളി എടുത്തിട്ടില്ല. പിന്നെ 1/2 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. ഇതിപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഗ്രീൻ പീസ് കുറച്ചധികം എടുത്തിട്ടുണ്ട്, അതായത് 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് റെഡി ആയതാണ്. ഇനി നമ്മൾ പ്രഷർ കുക്കറിലാണ് ഈ ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം സവോള അങ്ങനെ വഴറ്റിയെടുക്കേണ്ടൊന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. സവോള ഇതുപോലെ ചോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വല്ലാണ്ട് കാലം കുറച്ച് അരിയണമെന്നൊന്നുമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സവോള അരിയുന്ന വരെ ഞാൻ കാണിക്കുന്നത്, കാരണം വല്ലാണ്ട് ചെറുതായിട്ട് അരിയൊന്നും വേണ്ട ആവശ്യമില്ല. അതുപോലെ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മീഡിയം സൈസ്ഡ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം പ്രഷർ കുക്ക് ചെയ്തെടുക്കുമ്പം ചെറിയ പീസാക്കിയിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകും. അപ്പോൾ അത് അലിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഉരുളക്കിഴങ്ങ് ഒരുപാടൊന്നും എടുക്കരുത്, ഇതുപോലെ മീഡിയം സൈസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. വല്ലാണ്ട് കുഞ്ഞിതാക്കണ്ട, എന്നാൽ വല്ലാണ്ട് വലുപ്പത്തിലും ആക്കണ്ട. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതുപോലെ ബീൻസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഇപ്പം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബീൻസ് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഒന്ന് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക, ഒന്ന് പ്രഷർ കുക്ക് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമ്മൾ കുക്ക് ചെയ്തെടുക്കുവാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ മസാലപ്പൊടികളൊന്നും ഒരിക്കലും കൂടുതൽ ചേർക്കരുത്, കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മാത്രം ഇപ്പോൾ ചേർക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ വെന്ത ശേഷം ബാക്കി ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മളൊരു 1.5 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഇല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. പച്ചക്കറികൾക്ക് ഒപ്പമുള്ള വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടാമത്തെ വിസിലും കൂടി വന്നോട്ടെ, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഇതിലാവുമ്പോൾ നല്ല പാകത്തിൽ വെന്ത് കിട്ടും. ഒരുപാട് ഓവർ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് വന്നിട്ടുള്ളത്. ഞാൻ പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിനാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വേവ് കൂടിയിട്ടൊന്നുമില്ല. ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ ഗ്രീൻ പീസും ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്, വെന്തിട്ടുണ്ട്. എന്നാൽ കറിയിൽ കാണാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാന് ചൂടാക്കാം. ഇതിലാണ് നമ്മൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്, കുറുമ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് മാത്രം മതി കേട്ടോ. എന്നിട്ട് ആദ്യം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ബീൻസാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഉണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ട് ഈ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ബീൻസ് ചേർക്കുന്നില്ല എന്നാണെങ്കിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നേരെ നമുക്ക് ഈ പാന് ചൂടായ ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ബീൻസ് ഇതിലിങ്ങനെ ചെറിയൊരു കടിക്കുന്ന പരുവത്തിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് വെന്ത് കുഴഞ്ഞാൽ ഒരു കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് കുക്കറിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതും കൂടി ബീൻസിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ബീൻസ് വേവുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ബീൻസ് ഏകദേശം വന്നിട്ടുണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ ഈ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട്. മറ്റേത് നമ്മളവിടെ ഇരുന്നിട്ട് കുക്കാവുന്നുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം കേട്ടോ അതിലോട്ട് എടുക്കുന്നത്. പിന്നെ ചിലർ ഇതിലോട്ട് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് പരത്തിൽ അരച്ചെടുക്കുക. നല്ലോണം അരപ്പ് റെഡി ആവണം കേട്ടോ. അരപ്പ് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ അതിങ്ങനെ തരിയായിട്ട് മുകളിൽ കിടക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ബീൻസ് വെന്തിട്ടുണ്ടോ നോക്കിയിട്ട് വേണം അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ.
എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കറിയല്ലേ. ഈ പച്ചക്കറികളെല്ലാം കൂടി നമ്മൾ വഴറ്റാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം കൂടി കുക്കാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു കറി തിളയ്ക്കാൻ പാടില്ല. തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം. തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അത് ഇങ്ങനത്തെ കറികളൊക്കെ അറിയാം, തേങ്ങ അരച്ചിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. തിള വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറുമ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കടുക് വറുത്ത് പൊട്ടിക്കാനുണ്ട് ഇതിന് മുകളിലോട്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള കറിയാണ്. വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. പക്ഷേ ഇതുപോലെ ഇങ്ങനെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി ആകുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പം വേണമെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ വേറൊരു പാനിൽ കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വറുത്തെടുത്ത ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ കടുക് പൊട്ടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി വറുത്തിട്ട് മുകളിലോട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്ത് കൊടുക്കുക. നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ കടുക് പൊട്ടിക്കുന്നതിന് പകരം ചെറിയ ഉള്ളി വറുത്തിട്ട് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയും സിമ്പിളാണ്, കിടിലൻ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കട്ടോ. പച്ചക്കറികൾ കൂടുതൽ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ കുറുമയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുപോലെ തേങ്ങ ചേർക്കുന്നതും ഒരുപാടാവരുത്, കുറച്ച് മാത്രം ചേർത്താൽ മതി. അണ്ടിപ്പരിപ്പിനൊന്നും ആവശ്യമില്ല. നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കുറുമയുടെ റെസിപ്പി ഇട്ട സമയത്ത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഈ ഒരു കറിയും നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അതുപോലെ ചിക്കൻ കുറുമ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റുള്ള നല്ല ഫീഡ്ബാക്ക്സ് ഉള്ള ഒരു റെസിപ്പിയായിരുന്നു അതും. അപ്പം ഈ ഒരു കറി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ദോശയുടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. ഞാനിപ്പം ഈ ഒരു കറി സെർവ് ചെയ്യാൻ പോകുന്നത് ദോശയുടെ കൂടെയാണ്. നമ്മുടെ നീർദോശ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 15 മിനിറ്റിനകത്തൊക്കെ നമുക്ക് ഈ ഒരു കറി റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾ കുറുമ കിടിലൻ ടേസ്റ്റാണ്. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്